أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. അവർ അവരുടെ വായ്കൊണ്ട് അല്ലാഹുവിന്റെ പ്രകാശം കെടുത്തിക്കളയാനാണ് ഉദ്ദേശിക്കുന്നത്. സത്യനിഷേധികൾക്ക് അനിഷ്ടകരമായാലും അല്ലാഹു അവന്റെ പ്രകാശം പൂർത്തിയാക്കുന്നവനാകുന്നു. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. സന്മാർഗവും സത്യമതവും കൊണ്ട് എല്ലാ മതങ്ങൾക്കും മീതെ അതിനെ തെളിയിച്ചു കാണിക്കുവാൻ വേണ്ടി തന്റെ ദൂതനെ നിയോഗിച്ചവനാകുന്നു അവൻ. ബഹുദൈവാരാധകർക്ക് അത് അനിഷ്ടകരമായാലും ശരി. يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون. السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. بسم الله الرحمن الرحيم. ونزعنا ما في صدورهم من غل تجري من تحتهم الأنهار وقالوا الحمد لله الذي هدانا وقالوا الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. لقد جاءت رسل ربنا بالحق ونودوا أن تلكم الجنة أورثتموها بما كنتم تعملون. اللهم لولا أنت ما اهتدينا
ولا تصدقنا ولا صلينا وأنزلا ساكنة علينا وثبت الأقدام إلا قينا. ആദരവ് നിറഞ്ഞ ബഹുമാന്യ പണ്ഡിതനും സുഹൃത്തുമായ ഇബ്രാഹിം ഫൈസി അവർകളെ, സദസ്സിൽ ഉപവിഷ്ടരായ ആദരണീയരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ശബ്ദം എത്തുന്നിടത്തു നിന്നൊക്കെ ഇത് ശ്രവിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരെ, ദീനി സ്നേഹികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മുഖറബീങ്ങളായ മലക്കുകൾ സന്നിഹിതരായ ഈ മഹനീയമായ മജ്ലിസിലെ നമ്മുടെ ഒത്തുചേരലിനെ കേൾക്കുന്നതിന്, പറയുന്നതിന്, നാളെ പടച്ച റബ്ബിന്റെ സ്വർഗരാജ്യത്തിന് അർഹമാകുന്ന ഒരു സ്വാലിഹായ സൽക്കർമ്മമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച റബ്ബ് തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാനുള്ള ശ്രദ്ധ നമ്മുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകണേ എന്നെന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന പരിസരത്ത് ഉള്ള എൻ്റെ ബഹുമാന്യരായ രക്ഷിതാക്കളോടും സഹോദരി സഹോദരന്മാരോടും ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇത് നടത്തുന്നവരെ പറ്റി, പ്രസംഗിക്കുന്നവരെ പറ്റിയൊക്കെ ചില മുൻധാരണകൾ, ഇസ്ലാമികമല്ലാത്ത ചില മുൻധാരണകൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകാം. പൂർണ്ണമായും അത് മാറ്റിവെക്കാൻ നിങ്ങളെ കൊണ്ടാവില്ലെങ്കിലും ഒരല്പസമയമെങ്കിലും പറയുന്ന വിഷയത്തെ ഒന്ന് ചെവി കൊടുക്കാൻ തയ്യാറാകണേ. അങ്ങനെ ഈ ഇൽമിന്റെ മജ്ലിസിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കൂടി കരസ്ഥമാക്കാനാകണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുക. പല സൗഭാഗ്യങ്ങളും നമുക്കുണ്ടായിട്ടുണ്ടാകും, വ്യത്യസ്തമായ ഗുണങ്ങൾ. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതെന്താണെന്ന ചോദ്യത്തിന് തീർച്ചയായും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നൽകാവുന്ന ഉത്തരം പടച്ച റബ്ബിന്റെ ഹിദായത്ത് ലഭിച്ചു എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലൊരു വിശ്വാസി ഏറ്റവും പരമപ്രധാനമായി കാണേണ്ടത് ആ ഹിദായത്തിന്റെ മാർഗത്തിനാണ്. അവിടെ ഏതൊക്കെയാണോ വിശദാംശങ്ങളുള്ളത് അതിനൊക്കെയാണ്. പലപ്പോഴും നമ്മയൊക്കെ രോഗം ബാധിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഇരിക്കുന്നവരിൽ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഈ ശബ്ദം കേൾക്കുന്നിടത്തൊക്കെ രോഗികൾ ഉണ്ടാകാം. അല്ലാഹു അവർക്ക് ശിഫാവിന് ആജല് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. അതേ രോഗം, എന്നെയും നിങ്ങളെയും ബാധിക്കുന്ന രോഗം, ആ രോഗത്തെ ചികിത്സിക്കാനായി നമുക്ക് ക്ലിനിക്കുകളുണ്ട്, ആശുപത്രികളുണ്ട്, ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട്. അതിനായി നമ്മൾ എത്ര പണം വേണമെങ്കിലും സമയം വേണമെങ്കിലും ചെലവഴിക്കാറുമുണ്ട്. ഞാനും അത്തരമൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. വ്യക്തിപരമായി തന്നെ എനിക്കറിയാം. നമ്മുടെയൊക്കെ മുഖം ഒന്ന് കരുവാളിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഫേസ് പാക്കുകൾ ഉപയോഗിക്കും. നമ്മുടെ ശരീരം വരണ്ടാലും നമ്മൾ ലോഷൻ ഉപയോഗിക്കും. തലയിൽ താരൻ വന്നാൽ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു നമ്മൾ ഉപയോഗിക്കും. ഹെയർ ക്രീമുകൾ ഉപയോഗിക്കും. എന്തിനാണത്? പ്രൊട്ടക്ട് ചെയ്യാൻ, സംരക്ഷിക്കാൻ. എന്തിന്? ശരീരത്തെ, നമ്മുടെ ഈ ബോഡിയെ. നേരെ വിശ്വാസിയുടെ ഭാഷയിൽ പറഞ്ഞ ഈ മയ്യത്തിനെ, ഈ മനുഷ്യന്റെ ശരീരത്തെ സംരക്ഷിക്കാൻ, ഈ ദേഹത്തെ സംരക്ഷിക്കാൻ. എന്നാൽ വിശ്വാസികളായ എന്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കാൻ, അതിനകത്ത് രൂഢമൂലമാകേണ്ടുന്ന വിശ്വാസത്തെ സംരക്ഷിക്കാൻ
നമ്മൾ എന്താണ് ചെയ്യുന്നത്? വല്ലാത്തൊരു ആലോചന, ഒരു ചിന്ത, അത് മാത്രം. നമ്മുടെ വിശ്വാസത്തിന്റെ പോറലേൽക്കാതെ, നമ്മുടെ ആദർശത്തിന്റെ പുഴുക്കുത്തേൽക്കാതെ, അതിന് മങ്ങലേൽക്കാതെ, വരണ്ടുപോകാതെ അതിനെ സംരക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട വിഷയം. അള്ളാഹുവിന്റെ ഖുർആനിലെ 91-ാം അധ്യായം സൂറത്ത് ശംസിന്റെ 9-ാമത്തെയും 10-ാമത്തെയും വാചകം ഏതൊരു മനുഷ്യന്റെ മനസ്സിൽ ഞാൻ ഓതി വരുമ്പോഴേ ഖുർആനുമായി ബന്ധമുള്ളവരുടെയൊക്കെ മനസ്സിനകത്ത് ഉയർന്നു വരുന്ന ഒരു വാചകം. അള്ളാഹുവിന്റെ ഖുർആൻ പറയാ, ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ഖദ് അഫ്ലഹ മൻ സക്കാഹാ, തീർച്ചയായും ശരീരത്തെ അല്ല, ആത്മാവിനെ. ഖദ് അഫ്ലഹ മൻ സക്കാഹാ, ഹൃദയത്തെ, അസ്തിത്വത്തെ, ആത്മാവിനെ, അതിനെ പരിശുദ്ധമാക്കിയവൻ തീർച്ചയായും വിജയം പ്രാപിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹാ. അല്ലാഹു അക്ബർ. വല്ലാത്തൊരു വാചകം. അതിനെ കളങ്കപ്പെടുത്തിയവൻ, സംരക്ഷിക്കാത്തവൻ, ശ്രദ്ധിക്കാത്തവൻ, അവൻ ദൗർഭാഗ്യവാനായി തീർന്നു, പരാജിതനായി തീർന്നു. ഒരു മനുഷ്യന്റെ വിജയവും പരാജയവും ആത്മാവിന്റെ സംസ്കരണവും സംസ്കരണമില്ലായ്മയുമാണ്. ആത്മസംസ്കരണം മനുഷ്യനെ വിജയത്തിലേക്കും അതിനെ സംസ്കരിക്കാതിരിക്കൽ മനുഷ്യനെ പരാജയത്തിലേക്ക് നയിക്കുമെന്ന സൂചന നൽകുന്ന അടിസ്ഥാനപരമായ ഒരു വിശ്വാസിക്ക് ശക്തി പകരുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത്. ഈ സംസ്കരണം എന്ന് പറയുന്നത് ഒരു ശുചീകരണമാണ്. നമ്മൾ മലയാളികളാണ്, ഞാൻ തുറന്നു പറയാം, നമ്മൾ മലയാളികളാണ് ലോകത്ത് ഈ ഭൂഗടത്തിൽ, ഈ ഒരു ഭൂമിഗോളത്തിൽ 740 ചില്ലാനം വരുന്ന കോടി ജനതയിൽ 2 നേരവും സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്ന ഒരേ ഒരു വർഗം നമ്മൾ മലയാളികൾ മാത്രം. നിങ്ങൾ ശരിക്കും പഠിച്ചു വെച്ചോളി. ലോകത്ത് ആരും നമ്മളെ പോലെ 2 നേരം സോപ്പിച്ച് കുളിക്കാൻ ആൾക്കാരുണ്ടാവില്ല. പക്ഷേ മലയാളിയുടെ മനസ്സ്, മലയാളിയുടെ അകം, മനുഷ്യന്റെ അകം, മലയാളി മനുഷ്യന്റെ അകം ചീഞ്ഞു നാറുന്നു എന്നാണ് ഈ അടുത്ത കാലങ്ങളിലൊക്കെ മലയാളികളെ പഠിക്കുന്ന സാമൂഹിക ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത്. മാനസിക രോഗികൾ, വിഷാദ രോഗികൾ, ഓവർ ആങ്സൈറ്റി ഉള്ള, ഉത്കണ്ഠയുള്ള ആളുകൾ കേരളത്തിനകത്ത് 100 ആൾക്കിടയിൽ 60ഉം 65ഉമായി പെരുകുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വിശിഷ്യ വിഷാദ രോഗികൾ. വിഷാദം എന്ന് പറഞ്ഞ ഒരു മാനസിക രോഗം. അത്തരമൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് എന്നത്. എന്താ അതിന് പരിഹാരം? വിശാലമാണ് വിഷയം. അല്ലാഹുവിന്റെ ഖുർആൻ 39-ാം അധ്യായം സൂറത്ത് സുമറിന്റെ 22-ാമത്തെ വാചകം അല്ലാഹുവിന്റെ ഖുർആൻ അങ്ങ് ലോകത്തിന്റെ മുന്നിലേക്ക് ഓതി കേൾപ്പിക്കുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. അപ്പോൾ അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് അകന്ന് ഹൃദയം കടുത്തുപോയവർക്കാകുന്നു നാശമെന്ന് വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കുന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു ഹൃദയകാഠിന്യമാണ് മലയാളികളടക്കമുള്ള ലോക ജനതയുടെ മുഖ്യ പ്രശ്നമായി നമ്മൾ ഉയർത്തി കാണിക്കുന്നത്. കാഠിന്യത്തിന്റെ കാരണങ്ങൾ വിശാലമാണ്. കാപട്യം അതിലൊരു പ്രധാന വിഷയമാണ്. വിശ്വാസത്തില് കാപട്യം, പ്രവർത്തനങ്ങളിൽ കാപട്യം, സ്നേഹിക്കുന്നിടത്ത് കാപട്യം, സാഹോദര്യത്തില് കാപട്യം, ഭാര്യയോട് കാപട്യം, ഭർത്താവിനോട് കാപട്യം, മക്കളോട് കാപട്യം, രക്ഷിതാക്കളോട് പോലും കാപട്യം, കുടുംബക്കാരോട്, കൂട്ടക്കാരോട്, അയൽപ്പക്കക്കാരോട്, നാടിനോട് മുഴുവനും കാപട്യത്തോടുകൂടി സമീപിക്കുന്ന ഒരു ജനതയായി ആധുനികരായ മനുഷ്യരാശി മാറിപ്പോയി. വല്ലാത്തൊരു കാപട്യത്തിന്റെ മനസ്ഥിതി. എല്ലായിടങ്ങളിലും കാപട്യം. ഈ കാപട്യം തന്നെയാണ് ഒരാളുടെ ആദർശത്തിന്റെ വിഷയത്തിലും ഹിദായത്തിന്റെ വിഷയത്തിലും മൗലികമായ ഒരു വിഷയത്തിന്റെ കാര്യത്തിലും ആളുകൾ സ്വീകരിച്ചു പോയത്. ഒരു മനുഷ്യന്റെ മൗലികമായ അവകാശമാണ് ആദർശ സംരക്ഷണം എന്ന് പറയുന്നത്. മൗലികമായ അവകാശം. എന്റെ സൃഷ്ടാവിനെ മാത്രം ഞാൻ ആരാധിക്കുക എന്നത്, സൃഷ്ടാവിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം സ്വന്തം ആദർശമായി തിരഞ്ഞെടുക്കുക എന്നത് അടിസ്ഥാനപരമായി എന്റേതായ ഒരു ബാധ്യതയാ. റബ്ബിന് ഇഷ്ടപ്പെട്ടൊരു ആദർശം, റബ്ബിന് ഇഷ്ടപ്പെട്ടൊരു ജീവിതം. എങ്ങനെ പറഞ്ഞാൽ നല്ല വിശ്വാസം, നല്ല കർമ്മം, നല്ല സ്വഭാവ മര്യാദ, നല്ല സാമൂഹിക ജീവിതം, എല്ലാം നല്ലത്. എല്ലാം നല്ലത്. നല്ലതെന്ന് പറഞ്ഞാൽ
നല്ലതെന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നോക്കിയ ലളിതമായൊരു ഉദാഹരണം, വേഗം കാര്യം മനസ്സിലാവും. നമ്മള് എന്ത് വാങ്ങുമ്പോഴും നല്ലത് നോക്കിയാ വാങ്ങാം. എന്ത് സാധനം, ഒരു മുട്ടുസൂചി വരെ തെരഞ്ഞെടുത്തിട്ടാ നോക്കാം അല്ലേ? തെരഞ്ഞെടുത്തിട്ടാണ് വാങ്ങാം. തക്കാളി ആയാലും പച്ചക്കറി ആയാലും ഏതേത് സാധനങ്ങളാണെങ്കിലും നമ്മൾ തെരഞ്ഞെടുത്ത് ക്വാളിറ്റി ഉള്ളതാ വാങ്ങാം. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ആദർശത്തിനും ക്വാളിറ്റി ഉണ്ടാകണം. ക്വാളിറ്റി എന്നത് ശുദ്ധമായതാണ്, നിഷ്കളങ്കമായതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ആദർശവും നിഷ്കളങ്കമാകണം, അഥവാ ആരാധനയും നിഷ്കളങ്കമാകണം. ക്ലിയർ ആയിണ്ടാവും വിചാരിക്കും. അല്ലെങ്കിൽ ഒരു ആയത്ത് 39-ാം അധ്യായം സൂറത്തു സുമർ 11 മുതൽ 14 വരെയുള്ള വാചകം. ലോകത്തിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ലോകരെ പഠിപ്പിക്കാൻ അല്ലാഹു ഏൽപ്പിക്കുന്ന വാചകമാ. ഖുൽ ഇന്നി ഉമിർതു അൻ അഅ്ബുദല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ വഉമിർതു ലിഅൻ അകൂന അവ്വലൽ മുസ്ലിമീൻ ഖുൽ ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അലീം ഖുലില്ലാഹ അഅ്ബുദു മുഖ്ലിസൻ ലഹു ദീനി. പറയുക നബിയെ, കീഴ്വണക്കം അല്ലാഹുവിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവൻ ആരാധിക്കുവാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ കീഴ്പ്പെടുന്നവരിൽ, മുസ്ലിമാകുന്നവരിൽ, അല്ലാഹുവേ നിനക്ക് കീഴടങ്ങുന്നവരിൽ ഒന്നാമനായിരിക്കണമെന്നും എന്നോട് കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു. പറയുക നബിയെ, ഞാൻ എൻ്റെ റബ്ബിനെ ധിക്കരിക്കുന്ന പക്ഷം ഭയങ്കരമായൊരു ദിവസത്തെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നുവെന്ന് അവരോട് പറയണേ നബിയെ. വീണ്ടും അവരോട് പറയണേ നബിയെ, ഖുലില്ലാഹ അഅ്ബുദു മുഖ്ലിസൻ ലഹു ദീനി. അല്ലാഹുവെയാണ് ഞാൻ ആരാധിക്കുന്നത്, എന്റെ കീഴ്വണക്കം അവനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് ആ റബ്ബിനുള്ള ആരാധനയിൽ മറ്റൊരാളെ ഞാൻ പങ്കുചേർക്കുന്നില്ലെന്ന് ലോകരോട് പറയണേ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനോട് പഠിപ്പിക്കണം, പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയും. ഈ ആയത്തില് പ്രധാനമായും 3 ഖുൽ 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 എന്ന് പറഞ്ഞു. വളരെ കൃത്യമായി റസൂൽ ഇത് പറഞ്ഞു കൊടുക്കുക, പ്രഖ്യാപിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയും. ലോകരറിയട്ടെ, അവർ കേൾക്കട്ടെ, നിഷ്കളങ്കമായ ഒരു ആദർശത്തെ സ്വീകരിക്കുന്നവരായി ലോക ജനത മാറട്ടെ. അല്ലാഹു അക്ബർ. ആരാധന, ഇബാദത്ത് അത് പടച്ചവന് മാത്രം. നമ്മുടെ ചർച്ചയിൽ സ്വർഗം മറന്ന മനുഷ്യന്റെ ചർച്ചയിൽ അടിസ്ഥാനപരമായി മനുഷ്യരാശി പഠിക്കേണ്ട ഒന്നാമത്തെ പാഠമാണ് എല്ലാ വണക്കങ്ങളും കീഴൊതുക്കങ്ങളും ഇബാദത്തിന്റെ സർവ്വ ഇനങ്ങളും ഇബാദത്തിന്റെ സർവ്വ വകുപ്പുകളും പടച്ചവനെ നിന്നോട് മാത്രം. അവിടെ വേറൊരാളുമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുകയാണ്, ഹുനഫാ ലില്ലാഹി ഗൈറ മുശ്രികീന ബിഹി. വക്രതയില്ലാതെ അല്ലാഹുവിങ്കലേക്ക് തിരിഞ്ഞവരും ആ അല്ലാഹുവോട് യാതൊന്നിനെയും പങ്കുചേർക്കാത്തവരുമായിരിക്കണം. ആര്? നിങ്ങൾ. ഖുർആനിന്റെ അഹ്ലുകാരോട് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കണം. നോക്കണേ, വളരെ കൃത്യം, വല്ലാത്തൊരു വാചകം. മാത്രമല്ല, എന്റെയും നിങ്ങളുടെയൊക്കെ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നല്ലതാണ്. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സ്വർഗം വേണം, ആ സ്വർഗം കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നവരില്ലേ ലോകത്ത്? അതെ, ആ കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ മുഴുവനും കർമ്മങ്ങളുടെ സ്വീകാര്യതക്ക് അടിസ്ഥാനപരമായി പടച്ചറബ് വെച്ച മാനദണ്ഡങ്ങളിൽ ഒന്ന് ആദർശത്തിൽ നിഷ്കളങ്കത പാലിക്കുക എന്നുള്ളത്. അഥവാ അവിടെ വേറൊരു അർത്ഥത്തിൽ ഒരാളും പങ്കുചേർക്കപ്പെടരുത്. യഥാർത്ഥ മനുഷ്യത്വത്തിന്റെ, യഥാർത്ഥ മൊറാലിറ്റിയുടെ, യഥാർത്ഥ സാൻമാർഗിക ജീവിതത്തിന്റെ വിശാലമായൊരു കാഴ്ചപ്പാട് പടച്ചറബ് മുത്തു റസൂലുള്ളാഹിയുടെ ശറഫാക്കപ്പെട്ട തിരുനാവിലൂടെ ലോകത്തിന്റെ മുന്നിലേക്ക് ഓതിക്കേൾപ്പിക്കുന്ന മഹനീയമായ ആശയം ഹുനഫാ ലില്ലാഹി ഗൈറ മുശ്രികീന ബിഹി. അവിടെ നിർത്തിയില്ല അല്ലാഹ് അവിടെ നിർത്തിയില്ല. 39-ാം അധ്യായം
സൂറത്ത് സുമറിന്റെ 65-ാമത്തെ വാചകം കേൾക്കണേ. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. തീർച്ചയായും നബിയെ, താങ്കൾക്കും താങ്കളുടെ മുൻഗാമികൾക്കും സന്ദേശം നൽകപ്പെട്ടിട്ടുള്ളത്, വഹി നൽകപ്പെട്ടിട്ടുള്ളത് ഇതത്രേ നബിയെ. താങ്കളെങ്ങാനും പങ്കാളിയെ ചേർക്കുന്ന പക്ഷം തീർച്ചയായും താങ്കളുടെ കർമ്മം അങ്ങ് നിഷ്ഫലമായി പോവുകയും തീർച്ചയായും താങ്കൾ നഷ്ടക്കാരുടെ കൂട്ടത്തിലാവുകയും ചെയ്യും നബിയെ എന്ന് അല്ലാഹുവിന്റെ തിരുദൂതരോട് ലോകത്തിന്റെ റബ്ബുൽ ആലമീൻ, സർവസ്വത്തെയും പടച്ച് പരിപാലിക്കുന്ന തമ്പുരാൻ, സർവസ്വത്തെയും പടച്ച് സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന തമ്പുരാൻ, കർമ്മങ്ങളായി കാലങ്ങളായി കടന്നു വന്ന പ്രവാചകന്മാരോട് മുഴുവനും നൽകിയ വസിയ്യത്ത്, ആ വസിയ്യത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പഠിപ്പിക്കുന്നു. ആരാധനയുടെ വിഷയത്തിൽ ഒരർത്ഥത്തിലുള്ള പങ്കുചേർക്കലുകളോ വിട്ടുവീഴ്ചയോ ഏതെങ്കിലും അർത്ഥത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളോ പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ കാപട്യം വരുന്നുണ്ട്. ആ കാപട്യത്തെ നമ്മൾ ഭയക്കണം. അവിടെ കപടത വരുന്നുണ്ട്. ചിലതൊക്കെ പഠിച്ചവനോട്, ചിലതൊക്കെ പഠിച്ചവനല്ലാത്തവരോട്, ചിലതൊക്കെ അള്ളാനോട്, ചിലതൊക്കെ അല്ലാത്തവരോട്. നോക്കണേ, ഇത് ഏതാ മാസം? റബീഉൽ അവ്വൽ. ഏതാ മാസം? റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ മാസം വന്നാൽ പടച്ച റബ്ബിന് മാത്രം സമർപ്പിക്കേണ്ടുന്ന ആരാധനയിൽ ആളുകൾ കപടത കാണിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ കൂടി അവിടെ പങ്കുചേർക്കുന്നത് കാണാം. ഇത് പാടില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രധാനമായി കാണേണ്ടുന്ന ഹിദായത്തിന്റെ മാർഗം, നമ്മുടെ ആദർശം, അത് ക്വാളിറ്റി ഉള്ളതാകണം, ഗുണമുള്ളതാകണം, പടച്ച റബ്ബ് പഠിപ്പിച്ചതിനനുസരിച്ചാകണം. അവിടെയൊന്നും കപടത വരാൻ പാടില്ല. സ്വാഭാവികമായും കാപട്യത്തെ ഭയക്കണം. വല്ലാത്ത പേടി ഉണ്ടായിരുന്നു സ്വഹാബത്തിനൊക്കെ, വല്ലാത്ത ഭയം ഉണ്ടായിരുന്നു. ആ ഭയം നമ്മളിൽ ഇല്ലാത്തതാണ് ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ വഴിപിഴവിന്റെ ഒക്കെ അടിസ്ഥാനപരമായ കാരണം. വിശ്വാസം പ്രകടിപ്പിക്കുകയും അവിശ്വാസത്തെ ഉള്ളിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരാണ് സത്യത്തിൽ കപടവിശ്വാസികൾ. അള്ളാഹുവിന്റെ ഹബീബ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി അവരെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. ലോകത്തിന്റെ നായകന്മാരും നേതാക്കന്മാരുമായ സ്വഹാബ, അള്ളാഹുവിന്റെ റസൂൽ തന്റെ തിരുനാവിലൂടെ പ്രശംസിച്ച സ്വഹാബ, ഖുർആനിലെ 100 ആയത്തുകളിലൂടെ അള്ളാഹു പഠിപ്പിച്ച സ്വഹാബ, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ എന്ന് ഹൃദ്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച സ്വഹാബ, സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ ജീവിക്കുന്ന സ്വഹാബ. ആ സ്വഹാബത്തിനെ പറ്റി ശേഷക്കാരായ ഇബ്നു അബി മുലൈക റഹ്മഹുല്ലാഹ് പറയുന്ന ഒരു വാക്ക്, വഖാല ഇബ്നു അബി മുലൈക അദ്റക്തു 30 മിൻ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുഹും യുഖാഫു നിഫാഖി അലാ നഫ്സിഹി. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളിൽ 30 ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. 30 ആളുകളെ, ഈ 30 ആളുകളുടെ സ്വഭാവം എന്താണെന്നറിയോ? കുല്ലുഹും യുഖാഫു നിഫാഖി അലാ നഫ്സിഹി. അവരെല്ലാവരും സ്വന്തത്തിൽ കാപട്യത്തെ ഭയന്നിരുന്നു. ഞങ്ങൾ മുനാഫിഖാണോ, ഞങ്ങൾ നിഫാഖിന്റെ ആളുകളാണോ, ഞങ്ങളിൽ നിഫാഖ് വരുന്നുണ്ടോ എന്ന് വിശ്വാസത്തിന്റെ നിറകുടങ്ങളായ, ഈമാനിന്റെ നിറകുടങ്ങളായ, തഖ്വയുടെ നിറകുടങ്ങളായ, ലോകത്തിന്റെ രാജാക്കന്മാരും നേതാക്കന്മാരുമായ സ്വർഗത്തിന്റെ വാഹകരായ സഹാബത്ത് ഭയന്നിരുന്നു എന്ന് ശേഷക്കാർ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന അഥറാണ്. ബുഖാരിയിൽ വന്ന സംഭവമാണ്. നോക്കണങ്ങള്, സ്വഹാബത്തിന്റെ ഉള്ളിൽ വല്ലാത്ത വേജാറുണ്ടായിരുന്നു. ഈ ഹിദായത്തിന്റെ മാർഗത്വം, ആദർശത്തിന്റെ കണിശത, ആദർശത്തിലെ നിഷ്കള